വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിഷിംഗ് കില്ലേഴ്സ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ പഴയ ആമക്കുളത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു വ്യത്യസ്തമായി കാണും. എന്താണ് നെറ്റ് അടിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളെ കുറേ കുട്ടി ആമകളെ കാക്കയൊക്കെ ശല്യമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളാണ് ഇതിനെ നെറ്റ് അടിച്ചത്. അപ്പം നമുക്ക് ഒരു ആമ ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഞാനിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണാത്ത ഒരു അതിഥിയാണ്. അപ്പോൾ അതിനൊന്ന് നമുക്കൊന്ന് നോക്കട്ടെ. ഇതിനകത്തില്ല ചേട്ടാ. വെള്ളത്തിലാണ് ഇല്ല ചേട്ടാ. നമ്മൾ ആ പുതിയ സ്ഥലത്താണ്ട് പരിചയപ്പെടാത്തുള്ള ആളാണ്. അപ്പം ഇവിടെ മണ്ണ് മാറി അപ്പം നമ്മളെ പുതിയ അതിഥിയാണ്. പേടിച്ചാണ് കിടക്കണം കേട്ടോ മണ്ണിനകത്ത്. കണ്ട തട്ടുമ്പോൾ നല്ല പേടിയുണ്ട്. കണ്ട ഇച്ചിരി വലിയ അതിഥിയാണ് നമ്മളെ പുതിയ ഫ്രണ്ട്. അപ്പം നല്ല പേടിച്ചോണ്ടിരിക്കണേ. അപ്പോൾ ഇതിനെങ്ങനെയാണ് കിട്ടിയെന്നുള്ള വീഡിയോ നിങ്ങളിപ്പോൾ നേരെ കണ്ടിട്ടോ. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് ചൂണ്ടിടാൻ പോവുകയാണ്. മീൻ കിട്ടുമെന്ന് നോക്കാം. കാലാവസ്ഥയ്ക്ക് ഇച്ചിരി മാറ്റമുണ്ട്, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്ഥലം വെച്ചിട്ടുണ്ട്, കിട്ടുമോ നോക്കട്ടെ. വെറുതെ ഇരുന്നപ്പോൾ തോന്നിയായില്ലേ. അപ്പോൾ നമുക്ക് നേരെ കിട്ടുമോ നോക്കാം. പേടിക്കണ്ട, ഇതൊക്കെ സർവ്വസാധാരണമാണ്. അപ്പോൾ ഞാൻ ചൂണ്ടയിൽ നമ്മളെ പുൽച്ചാടിയ കൊരുത്തുന്നതാണ്. വേറെ ഒന്നും എടുത്തില്ല. അപ്പോൾ നമുക്ക് ഈ പുൽച്ചാടി വെച്ചൊന്ന് നോക്കാം. വലിയ കൊത്തലില്ല കേട്ടോ. ഇവിടുത്തെ കാട് നല്ല പൂഴിയുണ്ട്. പിന്നെ വെള്ളത്തിന് അളവും കുറഞ്ഞു കേട്ടോ, മഴയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇത് കണ്ടത്തുനിന്ന് ഇറങ്ങുന്ന വെള്ളമായതുകൊണ്ട് ചാൻസ് കുറവാണ് മീനിനെ കിട്ടാൻ. ഒരു കൊത്ത് കിട്ടി, പക്ഷെ അത് സാധനം എനിക്ക് തോന്നുന്നു അന്ന് കിട്ടിയ കല്ലേമുട്ടിയായിരിക്കും തോന്നുന്നത്. ഒരു കൊത്ത് കിട്ടി. എന്നാലും ഇത്രയും നേരമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗായ്സ് ഇത്ര നേരമായിട്ട് നമുക്കൊരു കൊത്തും കിട്ടിയില്ല. വലിയ ഏകദേശം 2-2.5 മണിക്കൂറായി. മീനിൻ്റെ ഇതായതാണ് തോന്നുന്നു, വെള്ളം കുറവാണ്. അപ്പം നമ്മളിവിടെ വെച്ച് വീട് നിർത്തുകയാണ്. ഇത്ര നേരമായിട്ട് ഒന്നും കിട്ടിയില്ല, കാരണം നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ നേരെ പോകണം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ്. നല്ലൊരു മഴ വരുന്നുണ്ട്.
പോകുന്നത് വെച്ചപ്പോൾ പുതിയ വഴിയാണ്. അപ്പം നിങ്ങൾക്ക് പരിചയപ്പെടട്ടെ. ഇന്നലെ വിട്ട റോക്കറ്റ്. അപ്പോൾ ഇവിടെ കണ്ടത് വെള്ളം കയറി ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിച്ച അവിടെ എന്താ നല്ല കഴക്കമുണ്ട്. ഗൈസ്, ഒരു സംഭവമുണ്ട്. പിടി കിട്ടിയാൽ നമുക്ക് വീട്ടിലേക്കാണ്. സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കറുത്ത സാധനം. ആമയാണ് കേട്ടോ. അപ്പം ഒരാമ തന്നെ. അപ്പൊ നമ്മൾ ഇവിടെ കൂടെ ഒക്കെ നടന്ന പാടുണ്ട് കേട്ടാ. അടിപൊളി. കിഡിലും ആമ കേട്ടാ. ഇതെനിക്ക് വേണം തോട് മാറി വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ നല്ല വെള്ളക്കെട്ടുണ്ട്. പിന്നെയും വല്ലതും കാണാം. ഇവിടെയൊക്കെ നല്ല പതപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി വല്ലതും കാണുമോ എന്ന്. ഇതെന്താ നടന്നു പോകാമെന്ന് തോന്നുന്നു. പക്ഷെ നല്ല വലിയ സാധനം കേട്ടോ. അപ്പം ചൂണ്ടയായിട്ട് ഒന്നും കിട്ടിയില്ലേ. പക്ഷേ നിങ്ങൾ എൻജോയ്മെൻറ്റിന് വേണ്ടി നമുക്ക് ദൈവം മനഃപൂർവ്വം തന്നതാണ് ഈ അതിഥീനെ. നല്ല അസൽ സാധനം. നമ്മൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അതിഥിയാണ് ഫ്രണ്ട്. നല്ല വലിയൊരു ആമയാണ് കേട്ടോ. മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാത്ത സമയത്ത് നമ്മൾ തിരിച്ചു വന്ന പുതിയ വഴിയിൽ വന്നേ നന്നായി. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പുതിയ അതിഥി നമ്മളുടെ ആമക്കുളത്തിലേക്ക്. എനിക്ക് തോന്നുന്നു മറ്റേ വലിയ ആമയെക്കാട്ടും ചെറുതാണോ വലുതാണോ എന്നൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ കൂടെ കമ്പാരിസേഷൻ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇതിനെയും കൊണ്ട് നമ്മുടെ പുതിയ വീട്ടിലേക്കുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആൾ. എൻ്റെ ഷെല്ലിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് മറ്റേതിനേക്കാളും ഷെല്ലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി നമുക്ക് നോക്കാം. നമുക്ക് ഇതാണോ വലുത് മറ്റേതാണോ വലുത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ് നോക്കാൻ വേണ്ടി നമുക്ക് നേരെ വെള്ളത്തിൽ വെച്ച് നോക്കാം. ഇത് എവിടെ പോകുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ സ്ക്രീനിൽ നിന്ന് മാറാം. അപ്പോൾ ഇനി നേരത്തെ സ്ഥാനം മതി. അപ്പോൾ അത് നേരെ ഇടയിൽ കയറിയത് അവരുടെ വൃത്തിക്കിട്ട ചെന്തൊരു പണി തന്നെ. അപ്പോൾ ഗായ്സ്, ഇതിനെ ഇനി എങ്ങനെ പിടിക്കും? ഗായ്സ്, ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കുന്നു. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കോളിപ്പോൾ ചെറുതായി മാറി മാറി വരുന്ന സമയത്താണ് ഈ ഒരു അതിഥിയെ കിട്ടിയത്. അപ്പോൾ എനിക്ക് കൈയിട്ട് നോക്കുമ്പോൾ പേടിയുണ്ട്. കാരണം കടിക്കാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ ഇരിക്കണ കടിച്ചാൽ വലുതാണെന്ന് തോന്നുന്നത്. അപ്പോൾ കടിക്കാൻ നല്ല ടെൻഡൻസിയാണ്. ഒരു കമ്പ് വേണം. ഒരു കമ്പ് സംഘടിപ്പിച്ചിട്ടെ. ഇവിടെ കൂടെ നടന്ന പാടാണെന്ന് തോന്നുന്നു. തേടിയ കമ്പ് കൈ ചുറ്റി. ഇവിടെയാണ്.
വല്ല കുരിയുണ്ടോ? ആ തട്ടി വിട്ടി. ഓടി വീട്ടിലേക്കാൻ തോന്നാൻ പോയത്. അപ്പം ഇനി കൂടുതൽ താമസിപ്പിക്കേണ്ട നമുക്ക് ഇനി നേരെ വീട്ടിൽ പോയിട്ട് മറ്റേ ആമയെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. വലുതേത് ചെറുതാണ്. ഇപ്പം ഞാൻ തപ്പുന്നത് എൻ്റെ ചൂണ്ട എവിടെ നിന്നാണ്. കാരണം ഞാൻ ഇതിങ്ങനെ ഇത് കണ്ട അന്തരീക്ഷം മേടിച്ച് ചൂണ്ട ഇവിടെ ഇട്ട് കിട്ടി. അപ്പം നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ കണ്ട് ഓടിയത്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ കിട്ടി. ഇനി നമ്മൾ നേരെ ഇതിനെ കൊണ്ട് നമ്മൾ പോകാൻ. ഈ സ്ഥലങ്ങൾ നിങ്ങൾ ഓർത്താണ് ഇവിടെ വെച്ചാൽ നമുക്ക് ആളെ കിട്ടിയത്. ഇത് നല്ല സ്ഥലമാണ്, നല്ല സീനറിയാണ് കേട്ടോ ഇവിടെ. അപ്പം നീ കൂടെ നോക്കുക, നമ്മൾ പുതിയ വീട്ടിലേക്ക് പോകാം. അപ്പം നിൻ്റെ വീട് ഇവിടെ നിന്ന് പോകാൻ വേണം. ടാറ്റ കൊടുക്കുക. ടാറ്റ ബൈ ബൈ. കേട്ടോ നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഈ വീട് കാണാൻ നല്ല വ്യൂ ആണ്. അപ്പം നമ്മൾ ഗുഡ് ബൈ പറയാണ്. പുതിയ വീട്ടിലേക്ക് പോകാൻ പോകണം. ഗുഡ് ബൈ. ടാറ്റ. വീട്ടിലെത്തി. ഇനി ഇതിൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം നേരെ നമ്മൾ ആമക്കുളത്തിലേക്ക്. എനിക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിനെ മറ്റിനെ വിളിച്ച് നോക്കുമ്പോൾ ഇത് ഏതാ നല്ലതെന്ന് നോക്കും. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ബാക്കി നമ്മളെ കാര്യത്തിൽ നടക്കാം. ഇതിൻ്റെ ആണാണ് പെണ്ണാണോ നോക്കേണ്ടതാണ്. ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യണത് രണ്ട് രീതിയാണ്. ഒന്ന് അതിൻ്റെ നമ്മുടെ നഖം, കൂർത്ത നഖവും നല്ല നീളം നഖമാണ് ആണ്. ഇത് പെണ്ണാണ്. അപ്പോൾ ഒന്നാമത്തെ ക്ലാരിഫിക്കേഷൻ തീർന്ന് ഇതൊരു പെണ്ണാണ്. ഇനിയുണ്ട് ക്ലാരിഫിക്കേഷൻ. ഇതിൻ്റെ ബാക്കിലത്തെ ടെയിലിൻ്റെ പാടാണ് കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ ഷെല്ല് നല്ല രസമാണ്. അപ്പോൾ ഇത് വാലിൻ്റെ നീളം ഇത്രയേ ഉള്ളൂ, ഷോർട്ടാണ്. സാധാരണ ആണിൻ്റെ നീളം ഇത്ര നീളം കാണും. അപ്പം ഇപ്പോൾ രണ്ട് ക്ലാരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഒന്ന് ഇതിൻ്റെ നെയിൽ, രണ്ട് അതിൻ്റെ നമ്മളുടെ ഓപ്പണിങ് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ മുട്ടയിടാൻ വേണ്ടിയുള്ള സ്ഥലം. അതുകൊണ്ടാണ് ഇതിൻ്റെ ചെറിയ വാലും വലിയ ഹോളായിരിക്കുന്നത്. അപ്പം ആണിനാണെങ്കിൽ ഇത് നീണ്ട വാലായിരിക്കും. അപ്പം നമുക്ക് രണ്ട് ക്ലാരിഫിക്കേഷൻ കറക്റ്റായി. ഇതൊരു ഫീമെയിൽ ടർട്ടിലാണ്. പിന്നെ അടുത്ത വീടിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതിന് എൻ്റെ ഇരിക്കുന്നതിൽ വലുതും ചെറുതും നമുക്കൊന്ന് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇത് മറ്റതാണെന്ന് തോന്നുന്നു കേട്ടോ. വലുത് ഇത് ചെറുതായിരിക്കും തോന്നുന്നു. അപ്പം നമ്മളുടെ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഈ ആമ മറ്റാമക്കുട്ടിയെക്കാട്ടും ശരി വലുതാണ്. ശരി മാത്രമല്ല ഇതിൻ്റെ ഹെഡ് നമുക്ക് വെച്ചാൽ ഇത് വെല്ലോയും ഇതൊരു വൈറ്റിഷ് കളറാണ് കേട്ടോ. അതിലും വ്യത്യാസമുണ്ട്. ഇതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീമെയിലാണ്. കാരണം ഞാൻ പറഞ്ഞില്ല ഇതിൽ കറക്റ്റായിട്ട് കാണാൻ കണ്ടോ. ഇതിൻ്റെ വാല് ചെറുതാണ്, ഇത്രയേ ഉള്ളൂ. മറ്റേ ഇത്ര നീളം കാണും. അപ്പോൾ ഇത് രണ്ടും ഫീമെയിൽസ്. ഇനി ഒന്നും കൂടെ ഉണ്ട്. അത് അപ്പോൾ അതിൻ്റെ ഇതും തെറ്റിച്ചേട്ടാ. ഇതും ചെറുതാണ് ഇതിൻ്റെ മുമ്പ് വെച്ച്. അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ വീട് കേട്ടോ. അപ്പോൾ ഇതിനൊരു പേര് ഞാൻ ഇടുന്നുണ്ട്. ആർക്കെങ്കിലും നല്ലൊരു പേര് അറിയണമെങ്കിൽ കമൻറ്റിൽ ഇടുക. അപ്പോൾ നിങ്ങൾ പറയുന്ന പേരായിരിക്കും നമ്മളിതിൽ ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ ഇവിടെയാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു അതിഥികളെ കാണിച്ചു തരാം. തീരെ ചെറുതാണ്. അപ്പോൾ വേറൊരു അതിഥികളെ കാണിച്ചു തരാം. ഈ അതിഥി എവിടെ നിന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം കിട്ടി. രണ്ടും ഒരേ സൈസല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് എനിക്ക് കിട്ടിയത് നമ്മളുടെ ഈ ഒരു ആമേനെ നമുക്ക് ഒരു ദിവസം മീൻ പിടിക്കാൻ നമ്മൾ മഴയത്ത് പോയി. അപ്പോൾ നമ്മൾ മഴയത്ത് നല്ല വരാൽ കിട്ടുമെന്ന് വിചാരിച്ചു.
പക്ഷെ എന്താണെന്നാലും കുട്ടി വരാലേ കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ട് വന്നപ്പം കല്ലിൻ്റെ ഇടയിൽ ഓടുന്നത്. അപ്പോൾ നമ്മൾ കൈയിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ച് കൈയിട്ട് ബുക്ക് ചെയ്തതാണ്. സാധനം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓ മൈ ഗോഡ്, ഇത് ഷിറ്റ്. അപ്പോൾ ഇതിനെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കൂട്ടുകാരൻ ഈ നമ്മുടെ ചാനൽ കാണുന്നതാണ്. അപ്പം അവർ വിചാരിച്ച് ഇതൊക്കെ ആമകളെ വളർത്തുന്ന നല്ല സ്ഥലമുണ്ട്, നല്ല ഫുഡ് കിട്ടും, നല്ലതായിട്ട് കെയർ ചെയ്യുന്നുള്ളതുകൊണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് മഴയത്ത് അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പം അയാൾക്ക് അത് വളർത്താൻ പാടായതുകൊണ്ട് എനിക്ക് കൊണ്ട് തന്നതാണ് ആ ചേട്ടൻ. ഇതും നല്ലതാണ്. അപ്പോൾ ഇതിനെ കിട്ടിയാണെന്ന് നമുക്ക് വളരെ കോമഡി ആയിരുന്നു. വേണം കിട്ടിയിട്ടാന്ന് പറഞ്ഞാൽ, പക്ഷേ കിട്ടിയത് ഇത്രയുള്ള വരാലും ഇതിനായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റാൻ നല്ല മരമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച മരയത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഫിഷിങ്ങിന് പോണത്. അപ്പോൾ അങ്ങനത്തെ മരയത്തുള്ള വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കണ്ട് ചാനലിൽ. അപ്പോൾ ഇതിനെ നമ്മുടെ ഇത് അധിക നേരം കരയിലാണ് കേട്ടോ ഈ സാധനം. നോക്കാം അത് റണ്ണ. ഒരാൾ ഓടിപ്പോയി. നിനക്ക് പോണ്ടേടെ, നിനക്ക് പോണ്ടേടെ, പോകുന്നില്ല. വെള്ളത്തിൻ്റെ അനുഭവിക്കുന്നത് സീഡി ഇടുന്ന പോലെ അത് കരുതി. അപ്പൊ ആൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു നേരെ വീട്ടിനകത്ത് കയറി. അതിന് വീട് ഇഷ്ടപ്പെട്ടു ചേട്ടാ. അപ്പോൾ നമ്മളൊക്കെ ലൈറ്റ് പോകുന്നു, നമ്മുടെ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ രസകരമായ വീഡിയോ സസ്പെൻസോടെ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമ്മളിതിനെ വൈൻഡപ്പ് ചെയ്യാനായിരുന്നു. ടാറ്റാ. ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ രസകരമായ വീഡിയോ നിങ്ങൾക്ക് ആദ്യം ലഭിക്കാൻ എന്ത് ചെയ്യണം? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നിങ്ങൾ അവൈലബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പം പുതിയ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.